بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാനും ചിരിക്കാനും ഇടയാക്കിയ ഹദീസ് വളരെ മനോഹരമായ ഹദീസാണ്. അതിനു മുമ്പ് മുഹിബാത്തുക്കളെ, ഇത് ഒരു പുതിയ സംരംഭമാണ്. എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യണം. മുത്തുനബിയുടെ ഹദീസുകളും ചരിത്രങ്ങളും അറിയാൻ വളരെ ഉപകാരപ്രദമാകും. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇൻഷാ അല്ലാഹ് ഇത് ഷെയർ ചെയ്യുക. ഞങ്ങൾ കാരണം ഇത് ഒരാൾ കൂടി കാണാൻ ഇടയായ ആ പുണ്യം ഞങ്ങൾക്കും കൂടി കിട്ടും. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ സഅദ് ബിൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഹദീസാണിത്. ഞങ്ങൾ എല്ലാവരും ഹബീബിൻ്റെ കൂടെ ഇരിക്കുകയാണ്. തങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ നബി തങ്ങൾ വെറുതെ ഇരുന്ന് ചിരിക്കുന്നത് കാണാൻ ഇടയായി. മുത്തുനബിയുടെ മുൻപിൽ വ്യക്തമാകുന്ന രീതിയിലായിരുന്നു അത്. മനസ്സറിഞ്ഞുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചത്. ഹബീബ് പെട്ടെന്ന് ചിരിച്ചപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു തങ്ങൾ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ഹബീബെ, നിങ്ങൾ എന്തിന് ചിരിച്ചത്? അപ്പോൾ നബി തങ്ങൾ പറയാൻ തുടങ്ങി, എൻ്റെ സമുദായത്തിലെ 2 പേർ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മുട്ടുകൊണ്ട് ഇഴഞ്ഞു വരികയാണ്. അതിൽ ഒരാൾ അള്ളാഹുവിനോട് പറയുകയാണ്, ഇതാ ഈ മനുഷ്യനൊന്നും എനിക്ക് പ്രതികാരമെടുക്കാനുണ്ട്. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ നാവ് കൊണ്ട് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കഴിയാഞ്ഞിട്ടല്ല ഞാൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ് അയാളോട് പ്രതികരിക്കാതിരുന്നത്, തിരിച്ചടിക്കാതിരുന്നത്, തിരിച്ചാക്ഷേപിക്കാതെ പിടിച്ചു നിന്നത്. ഈ ഒരാളും രക്ഷിക്കാനില്ലാത്ത ലോകത്ത് പിടിച്ചു നിൽക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് മാത്രമാണ്. അപ്പോൾ വാദിയോട് അള്ളാഹു തആല ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഒരു നന്മ പോലും ബാക്കിയില്ലാത്ത ഒരാളിൽ നിന്നും നീ പ്രതികാരം എടുക്കുന്നത്? അപ്പോഴാണ് അള്ളാഹുവിനോട് ഈ വാദി പറയുകയാണ്, സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഹറാമുകൾ എടുത്ത് ഇവൻക്ക് കൊടുക്ക് റബ്ബേ. എൻ്റെ തിന്മയൊന്ന് തീർത്ത് താ റബ്ബേ. ഈ തിന്മയാണല്ലോ സ്വർഗത്തിൽ നിന്നും ഞാൻ അകലാനുള്ള കാരണം. അയാൾക്ക് എൻ്റെ തിന്മ എടുത്ത് കൊടുക്ക് റബ്ബേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാൻ തുടങ്ങി. നബി തങ്ങൾ നേരത്തെ ചിരിച്ച ഹദീസ് തന്നെയാണിത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഹബീബ് കരയുകയാണ്. എന്നിട്ട് നബി സഹാബത്തിനോട് പറയുകയാണ്, സഹാബികളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. വളരെ ഭയാനകമാണ് ആ സമയം. ആ ഭയാനകം ഓർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ്. ഓർക്കണം സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിൽ ഒരു തെറ്റുവരെ വരാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കരയണമെങ്കിൽ ഞങ്ങളൊക്കെ എത്രമാത്രം കരയേണ്ടി വരും റബ്ബേ. എത്രമാത്രം തെറ്റുകൾ ഞങ്ങൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും ചെയ്തിട്ടുണ്ട് റബ്ബേ. അള്ളാഹു എല്ലാം പൊറുക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കുമാറാവട്ടെ, സ്വർഗത്തിൽ പ്രവേശിക്കുമാറാവട്ടെ. എന്നാൽ ഈ ക്ലാസ് ഇന്നിവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് വേഗം വരുന്നതാണ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.